സമാധാനമാണല്ലോ നമ്മള് പ്രധാനമായിട്ടും. ഇവിടെ വന്നിരിക്കുന്നോണ്ട് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം ടെൻഷനൊന്നും അധികമായിട്ടില്ല. എല്ലാവരോടും സഹകരിക്കുന്നത് കൊണ്ട് സന്തോഷം. ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നത്. അപ്പൊ ഫുഡ് വിറ്റ് പോയില്ലേലും അത് ഞാൻ സഹിക്കണം, വിറ്റ് പോയാലും അത് ഞാൻ സഹിക്കണം, ലാഭവും നഷ്ടവും ഞാൻ തന്നെ സഹിക്കണം. നമുക്ക് മുകളില് മുതലാളിമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ആരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള ജോലി ചെയ്യുക. എൻ്റെ പേര് അഞ്ജു. ഞാൻ പന്തളം ചെങ്ങന്നൂർ റൂട്ടിലുള്ള സൈഡിൽ മാന്തുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ കച്ചവടം ചെയ്യുന്നത് ബിരിയാണിയും പൊതിച്ചോറുമാണ്. ബിരിയാണിക്ക് 100 രൂപയും പൊതിച്ചോറിന് 80 രൂപയാണ്. പൊതിച്ചോറിൽ അവിയൽ, തോരൻ, അച്ചാറ്, തീയൽ, മീൻകറി, മോര് എന്നിവയൊക്കെയാണ് കൊടുക്കുന്നത്. എല്ലാവരും വന്ന് ഫുഡ് മേടിക്കാറുണ്ട്. കൂടുതലും മേടിക്കുന്നത് ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെയാണ്. ഇതൊരു MC റോഡ് ആയതുകൊണ്ട് ധാരാളം വണ്ടികൾ പോകുന്നുണ്ട്. അതിലെ ഡ്രൈവർമാർ വണ്ടി നിർത്തി സ്ഥിരമായിട്ട് ഫുഡ് മേടിക്കാറുണ്ട്. ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, 3-4 മാസം ആയതേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല പേരൊക്കെയുണ്ട്, നല്ല ഫുഡാണ്. നല്ല സഹകരണമാണ്. എല്ലാരും മേടിക്കാറുണ്ട്. ഓർഡറും കിട്ടാറുണ്ട് ബിരിയാണിക്ക്. എല്ലാരും സഹായിക്കും. രാവിലെ 6 മണിക്കൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എന്നാലും ഒരു 10:30 മുന്നേ എല്ലാം കഴിഞ്ഞ് 12 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ഫുഡുമായിട്ട് വന്ന് കച്ചവടം തുടങ്ങും. രാവിലെ 6 മണി തൊട്ട് തുടങ്ങും. ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ കൊണ്ടുവരുന്നത്, വിൽക്കാൻ കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാരും വരും. 12 മണിയാണ്. എത്രത്തോളം പൊതി ഉണ്ടാവും? ഇപ്പൊ കുറവാണ്, 10 പൊതിയൊക്കെ വീതമേ ഉള്ളൂ. ബിരിയാണിയും രണ്ടും കൂടിയാണോ? അല്ല, ബിരിയാണി വേറെയാണ്. പൊതി 10 ആയിട്ട് കൂടുതലും ബിരിയാണിക്കാണോ? ബിരിയാണിക്ക് പൊതിക്കും ഉണ്ട്. സാധാരണ അടൂർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സാധാരണ ഒരുപാട് പെൺകുട്ടികൾ റോഡ് സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അവര് ആ ഒരു കച്ചവടവും നമ്മുടെ കച്ചവടവും തമ്മിൽ എങ്ങനെയാണ്? എനിക്ക് കുഴപ്പമില്ലാത്ത കച്ചവടം ഉണ്ട്. എന്നാലും ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എനിക്കിവിടെ കച്ചവടം ഉള്ളത്. അതുകൊണ്ട് എനിക്ക് കച്ചവടം ഉണ്ട്. അടുത്ത അത്രയായിട്ട് ആളില്ല. നമ്മുടെ ഒരു കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലേ, എന്താ പറയാ, ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നാതെ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ ഒരു ഇതിലോട്ട് വന്നത്. ജോലിക്ക് കുറെയൊക്കെ ശ്രമിച്ച്. അപ്പൊ ഞാനിപ്പം ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പം ജോലി കിട്ടിയില്ല. അതിനുവേണ്ടി പിന്നെ PSC ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ കിട്ടാഞ്ഞത് കൊണ്ട് വെറുതെ വീട്ടിൽ ഇരിക്കണ്ടല്ലോ, എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ ആ ഗ്യാപ്പിൽ തുടങ്ങിയതാ. ഒരു ഡിപ്ലോമ എടുത്ത ഒരാളാണെന്നുള്ള നിലയ്ക്ക് ഈ ഒരു റോഡിൽ സമാധാനമാണല്ലോ നമ്മള് പ്രധാനമായിട്ടും. ഇവിടെ വന്നിരിക്കുന്നോണ്ട് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം ടെൻഷനൊന്നും അധികമായിട്ടില്ല. എല്ലാവരോടും സഹകരിക്കുന്നത് കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഏതായാലും നമുക്കറിയാം, നമ്മള് ഈ വന്ന കാലത്ത് ഒരുപാട് ആളുകളൊന്നും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നല്ല വൈറ്റ് കോളർ ജോബൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ജോലി മനസ്സിന് സന്തോഷമാണ്. ഇപ്പൊ കുഴപ്പമില്ല, സന്തോഷം തന്നെ. ഇതിപ്പം അതെ, ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നത്. അപ്പൊ ഫുഡ് വിറ്റ് പോയില്ലേലും അത് ഞാൻ സഹിക്കണം, വിറ്റ് പോയാലും അത് ഞാൻ സഹിക്കണം, ലാഭവും നഷ്ടവും ഞാൻ തന്നെ സഹിക്കണം. നമുക്ക് മുകളില് മുതലാളിമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ആരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനകത്ത് മടിച്ചിട്ട് ആരെങ്കിലും ആശ്രയിച്ച് നിൽക്കരുത്. സ്വന്തമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള വഴി മുന്നോട്ട് എടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ്. അത് മടിച്ച് ഇന്ന് അവിടെ നിൽക്കത്തതേ ഉള്ളൂ.